അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക്. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ മുഹറം മാസത്തിൽ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അവന്റെ അമ്പിയാക്കൾക്ക് അല്ലാഹു ചെയ്യപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. ആ മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെട്ട മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ അമൽ ചെയ്തോ, അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പല സങ്കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്, പലർക്കും പല വിഷമങ്ങളാണ്. ചിലർക്ക് ഭവനമില്ല, ചിലർക്ക് ജോലിയില്ല, ചിലർക്ക് മക്കളില്ല, ചിലർക്ക് വിവാഹം ശരിയാകുന്നില്ല. അങ്ങനെ തുടങ്ങി പല പല മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. ഇതെല്ലാം പരിഹരിക്കാൻ പരിശുദ്ധ ഖുർആൻ എന്നുള്ളൊരു ചെറിയ സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് നിങ്ങൾ പറയുന്നത് പോലെ ഓതിയാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും മന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരുന്നതാണ്. 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം ഈ സൂറത്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ദുൽഹിജ്ജ മാസം നമ്മൾ ഇന്ന് വിട പറയാൻ പോകുകയാണ്. നമ്മൾ കടക്കാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലേക്കാണ്. അതായത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പുതിയ അറബി വർഷത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പുതിയൊരു അറബി വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ആദരിച്ച മാസമാണ് മുഹറം മാസം. മുഹറം മാസത്തിലാണ് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞത്. അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹങ്ങൾ കിട്ടതാണ് മഴ. ആ മഴ അല്ലാഹു സമ്മാനിച്ചത് മുഹറം മാസത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴയില്ലാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. 1-2 മാസം മഴയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ് സഹോദരങ്ങളെ. ആ മഴയല്ലാഹു നമുക്ക് നൽകിയത് മുഹറം മാസത്തിലാണ്. മുഹറം മാസം അല്ലാഹുവിന്റെ മാസമാണ്. മുഹറം മാസം അല്ലാഹുവിന്റെ മാസമാണെന്ന് പറയാൻ കാരണം ഈ മാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടിട്ടാണ്. ഈ മാസത്തിന് അത്രയും ശ്രേഷ്ഠതയാണ്. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള മാസം മുഹറമാണ്. മുഹറം 1-ന് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം 50 വർഷക്കാലം അവൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് അല്ലാഹു അവന് മോചനം നൽകുന്നതാണ്. 50 വർഷക്കാലം അവൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് മന്നാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മോചനം നൽകുന്നതാണ്. അവന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. മുഹറം മാസത്തിൽ ഒരാൾ നോമ്പെടുത്താൽ അവന്റെ 30 നോമ്പിന് ഒരാൾ ഒരു ദിവസം മുഹറം മാസത്തിൽ നോമ്പ് പിടിച്ചാൽ 30 നോമ്പ് പിടിച്ചതിന് തുല്യമാണ്. മുഹറം മാസത്തിൽ ധാരാളം പ്രത്യേകതകളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടന്നത് മുഹറം മാസത്തിലാണ്. അടിച്ചമർത്തപ്പെട്ട വിഭാഗമായിരുന്നു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ. സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയിൽ അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. അഹങ്കാരിയും ധിക്കാരിയുമായ ഫറോവയും തന്റെ അനുയായികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചു കളഞ്ഞത് മുഹറം മാസത്തിലാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തന്റെ സമുദായത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. നമ്മൾ നോക്കണം, ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. അതുപോലെ തന്നെ പ്രളയത്തിൽ നിന്നും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും അല്ലാഹു കപ്പലിൽ രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. സുബ്ഹാനല്ലാഹ്, മുഹറം മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തന്റെ അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. അത്ര ശ്രേഷ്ഠതയുള്ള മാസമാണ്. ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ്
സകല പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ദുരിതങ്ങൾ, വേദനകളെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് എല്ലാവരും ഇഖ്ലാസോടെ ഞാൻ ഈ പറയുന്ന അമല് നിങ്ങൾ ചെയ്തു നോക്ക്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇനി മുഹറത്തിന് ചെയ്യേണ്ട ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ആ മാസം നിങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസം നിങ്ങൾ ബഹുമാനിച്ച് നോമ്പെടുത്ത് മഹത്തുക്കൾ പഠിപ്പിച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചത് മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷിച്ചത് മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ സഹോദരന്മാരുടെ ചതിയിൽപ്പെട്ട് കഴിഞ്ഞിരുന്ന യൂസുഫ് നബിയെയും യാക്കൂബ് നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടിച്ചത് മുഹറം മാസത്തിലാണ്. അതുപോലെ തന്നെ രോഗബാധിതനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം അല്ലാഹു മാറ്റിയത് മുഹറം മാസത്തിലാണ്. കാരുണ്യവാനായ റബ്ബേ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹ്, ഞങ്ങൾ പലരും രോഗികളാണ് റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചവരെ രോഗം മാറ്റണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിച്ചവരെ രോഗം മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബക്കാർ ലോക മുസ്ലിമീങ്ങളെല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപ്പൊ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. എന്തുകൊണ്ടും മഹത്തായ മാസമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരുപാട് പേര് നമ്മളോട് അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്, പല സങ്കടങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. പലർക്കും വ്യത്യസ്തമായ വിഷമങ്ങളാണ്. ചിലർക്ക് ഭവനമില്ല, ചിലർക്ക് ജോലിയില്ല, ചിലർക്ക് മക്കളില്ല, ചിലർ രോഗികളാണ്, വിവാഹം ശരിയാവാത്തവരുണ്ട്. അങ്ങനെ തുടങ്ങി പല പല മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. ഇതെല്ലാം പരിഹരിക്കാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് നിങ്ങൾ പറയുന്നത് പോലെ ഓതിയാൽ നിങ്ങളുടെ ഏത് ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം ഈ സൂറത്ത് നിങ്ങൾ പറയുന്ന എണ്ണത്തിൽ ഓതിയാൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അല്ലാഹു തീർത്തു തരുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുന്നതാണ്. നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വുളൂ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടിയുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ മനസ്സിൽ ഏതാണോ ആഗ്രഹമുള്ളത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി വുളൂ ചെയ്ത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആത്മാർത്ഥമായി നിസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൈ കെട്ടുക. ശേഷം ഫാത്തിഹ ഓതുക. എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു സൂറത്ത് ഓതുക. അങ്ങനെ 2 റക്അത്ത് നമസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം സലാം വീട്ടുക. എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് പരിശുദ്ധ ഖുർആനിലെ മഹത്വങ്ങൾ നിറഞ്ഞ സൂറത്ത് ശറഹ് അല്ലേ, സൂറത്ത് ശറഹ് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. 102 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യുക. അവരുടെ റക്അത്ത് നമസ്കരിച്ചിട്ട് 102 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യണം. വളരെ എളുപ്പത്തിൽ 102 വട്ടം നമുക്ക് ഓതാൻ പറ്റുന്ന ഒരു ചെറിയ സൂറത്താണ്. ആ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ മഹത്തായ സൂറത്ത് നിങ്ങൾ 102 പ്രാവശ്യം പാരായണം ചെയ്യുക. വളരെ എളുപ്പത്തിൽ 102 വട്ടം ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ്. അങ്ങനെ ഓതി തീർന്നതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏത് ആഗ്രഹം അല്ലാഹു നടത്തി തരുന്നതാണ്. വിശിഷ്യ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന മുഹറം മാസമാണ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം അല്ലാഹുവേ, അതിന്റെ പവിത്രതയെ ഞങ്ങൾക്ക് ബഹുമാനിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ നിന്റെ ഖുർആനിന്റെ മഹത്വത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ മജ്ലിസിൽ നീ ബർക്കത്ത്
ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ റബ്ബനാ വമാ റബ്ബനാ സഗാറ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഇരുലോക വിജയികളെ കൂട്ടത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ രോഗികളാണ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, അല്ലാഹുവേ, അവർക്കെല്ലാം നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ അല്ലാഹ്. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന വിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കേസുകൾക്കുള്ള കേസുകൾ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പ്രച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ, സൗന്ദര്യത്തോടെ, സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും റഹ്മാനായ റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പ്രച്ചവനെ, ഞങ്ങളുടെ മജ്‌ലിസിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.